വിചാരിച്ചേക്കുന്ന ഈ ഒരു സ്ത്രീയുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് പറയാം പ്രസവവേദന എന്നാണ് കണക്കാക്കി. പക്ഷെ അതല്ല, ഒരു മകനല്ലേ ഒരു മകൾക്ക് വരുന്ന കുറവുകളെയും വിഷമങ്ങളും അസുഖങ്ങളുമാണ് ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖം എന്നെ വേട്ടയാടുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും. പക്ഷെ ഒരുപാട് അവൻ മാറി, ഇപ്പോൾ മനസ്സുകൊണ്ട് മാറി. അപ്പോൾ എനിക്ക് ചില പ്രോബ്ലംസൊക്കെ വരുമ്പോൾ എന്നോട് പറയും, ഞാൻ തളർന്നിരിക്കും, പറയും അമ്മ ഞാൻ തളർന്നിരിക്കാൻ പാടില്ല, നമ്മുടെ കൈ പിടിച്ച് പോക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം, അപ്പം അങ്ങനെ ഇരിക്കാൻ പാടില്ല, എല്ലാം തികഞ്ഞവർ ആരുമില്ല എന്ന് തിരിച്ച് എൻ്റെ മോൻ എന്നോട് പറയാൻ തുടങ്ങിയപ്പോൾ ഇവൻ ഒരുപാട് വളർന്നു വന്ന് ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയാണ്. കാരണം 2 കൈയും 2 കാലും ഇല്ലാത്തവർ ഇവിടെ ജീവിക്കുന്നില്ലെന്ന് ചോദിക്കും, ചട്ടുള്ളവർ ജീവിക്കുന്നില്ലെന്ന് ചോദിക്കും. അത്രയും കുറവുകളും ദൈവം നമുക്ക് തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് അർജുൻ വളർന്നു, ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കാൻ പവറായി മനസ്സിന്. അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പം അർജുൻ എങ്ങനെയാ റിയാക്ട് ചെയ്തിരുന്നത്? അർജുൻ റിയാക്ട് ചെയ്ത വിഷമം ഉണ്ടായിരുന്നു, ജീവിതം തകർന്നു. കാരണം ചേച്ചിയെ കെട്ടിച്ച് സെറ്റിലാക്കി, അമ്മയ്ക്ക് അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഉത്തമ ബോധം അവനുണ്ട്. ആരും കൈപിടിച്ച് പൊക്കാൻ വരില്ല, റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും വന്ന് സഹതാപത്തോടെ നോക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയാലും ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നൊരു തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്നോട് ഭയങ്കര സങ്കടകരമായിട്ട് പറയുമ്പോൾ എനിക്ക് മുമ്പോട്ട് ഇങ്ങനെ ഞാൻ ജീവിക്കും, എന്നെ ആര് നോക്കൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല, ജീവിച്ചേ പറ്റൂ, പഠിക്കാൻ ദൈവം കഴിവ് തന്നിട്ടില്ലേ, പഠിക്കുക, എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാമല്ലോ. എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ ഇതിപ്പം ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? എക്സസൈസും കാര്യങ്ങളെല്ലാം എക്സസൈസും നന്നായിട്ട് ചെയ്യുക, ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുക, മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കുക. ഏറ്റവും പ്ലസ് പോയിന്റ് മനസ്സ് സന്തോഷമായിട്ടിരിക്കുക. പക്ഷെ ഇപ്പൊ ഒരു 4-5 വർഷത്തോളമായിട്ട് കൈക്ക് ആരോഗ്യക്കുറവൊന്നുമില്ല, നല്ല പവറാ. കാരണം ഗ്യാസ് കുറ്റിക്കോട് നിറച്ച് വണ്ടിയോ നിറയ്ക്കുന്ന ആള് ഈസി ആയിട്ട് എടുത്തോണ്ട് പോകും. ഇതിലും പറയണം കേട്ടേക്കും, ഇപ്പൊ ചില സമയത്ത് കിട്ടില്ല, ചില സമയങ്ങളിൽ നമുക്ക് കിട്ടത്തില്ല. ഫുഡ് ചോറ് ഇങ്ങനെ വാരി കഴിക്കുമ്പോ ഇങ്ങനെ ഒരു ലെവല് കണ്ടാ പോകുന്നേ. കാരണം ഇവിടെ മാംസം കുറവാ, ഇതിങ്ങനെ പിടിക്കും നോക്കും പറയാം ഇവിടെ ഇങ്ങനെ മാംസം കുറവാന്നുള്ള നമുക്ക് കറക്റ്റ് അറിയാം. ബാക്കി തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ കൈയുടെ 2 മുട്ടും നോക്കുവാണെങ്കിൽ അതൊരു വലിയ കുറവായിട്ട് കാണുന്നത്. അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞവരാരും ഇല്ലല്ലോ, അങ്ങനെ ആശ്വസിക്കും ഞാൻ. അതെ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ അമ്മ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാണുന്നതല്ലേ ബിഗ് ബോസ് ലൈവായിട്ട് കാണാറുണ്ട്? 24 മണിക്കൂർ ലൈവ്, 24 മണിക്കൂർ അതന്നെ കണ്ടോണ്ടിരിക്കുന്നത്. അതിലിപ്പം ലൈവിലായാലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും ഏറ്റവും കൂടുതൽ പൊക്കോണ്ടിരിക്കുന്നത് എന്താ, അർജുൻ ശ്രീതു എന്നൊരു കോമാണ് ഇപ്പൊ നിറഞ്ഞു പൊക്കോണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഇഷ്ടാണോ ശ്രീതുവിനെ? എനിക്ക് ഞാനൊരു കാര്യം പറയാം, ഇതൊരു എന്താ പറയുന്നത്, ഒരു ഗെയിമാ. അത് ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയാണ് കാണുന്നത്. പിന്നെ ഒരു കോംബോ വരുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ. അർജുനെ സംബന്ധിച്ച് അർജുൻ നല്ല കുട്ടിയാ, നല്ല സൗന്ദര്യമുള്ള കുട്ടിയാ. ശ്രീധുവിനെ സംബന്ധിച്ച് സൗന്ദര്യമുള്ള കുട്ടിയാ.